ഹലോ എവ്രി വൺ, സൈക്കോളജി ഡയറീസിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അമീന സിത്താര, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്, കാലിക്കറ്റ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണ് സിന്തറ്റിക് ഡ്രഗ്സ്, എന്താണ് അതിൻ്റെ ഗുണം ദോഷം എന്നൊക്കെയാണ്. ഗുണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ മാഡം ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചിലപ്പോൾ അതിൽ ഇൻട്രസ്റ്റഡ് ആയി പോകൂലേ എന്നൊക്കെ. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സിനെ പറ്റി ആര് വീഡിയോ ചെയ്താലും പടം ചെയ്താലും ഒക്കെ അതിൻ്റെ അടിയിൽ അവർ എഴുതി കാണിക്കണത് കാണാം. ടൊബാക്കോ കിൽസ് എന്നൊക്കെ പറയുന്ന പോലെ എഴുതി കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴും ചില ആൾക്കാർ ചിലപ്പോൾ അത് കേട്ടിട്ട് ചിലപ്പോൾ അതിലേക്ക് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ഞാൻ കാര്യങ്ങൾ എനിക്കറിയുന്ന പോലെ പറഞ്ഞു തരുമ്പോൾ ആരും അതിലേക്ക് പോകാതെ ഇരിക്കണം എന്നും അതിൽ നിന്നൊരു രക്ഷ തേടണം എന്നും ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡ്രഗ്സ്. ഈയിടെയായി കേരളത്തിൽ ഒരുപാട്, ഇപ്പോൾ കേരളത്തിലെ കാര്യം എനിക്ക് കൂടുതൽ അറിയുള്ളൂ, ഞാൻ കാണുന്ന ഒട്ടുമിക്ക പേഷ്യൻസുകളും കേരളത്തിലുള്ള ആൾക്കാരായതിനെ കൊണ്ടിട്ടും ഒരുപാട് പുറം രാജ്യങ്ങളിൽ ഡ്രഗ്സ് ലീഗലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളും പ്രൊഫഷണൽസും ഒക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറീസൊക്കെ അറിയുമെങ്കിലും കേരളത്തിൻ്റെ കാര്യമാണ് എനിക്ക് കൂടുതൽ അറിയുക. കേരളത്തിൽ ഇന്ന് ഡ്രഗ്സിൻ്റെ യൂസ് ഒരുപാട് കൂടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പാരൻസിന് ക്ലാസ് എടുക്കാൻ ഞാൻ ഈ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനിങ്ങനെ MDMA, കൊക്കെയിൻ, മെത്താംഫെറ്റമൈൻ, പിന്നെ ഈ സ്റ്റാമ്പ്, LSD, മാജിക് മഷ്റൂം ഇങ്ങനത്തെയൊക്കെ ഡ്രഗ്സിനെ പറ്റിയും അതിൻ്റെ ചിത്രങ്ങളൊക്കെ കാണിച്ച് പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു പാരൻ്റ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, മാഡം ഈ കള്ളൊക്കെ കുടിച്ച പോലെ അപ്പോൾ ഇങ്ങനെ കിറുങ്ങുന്ന ഒരു കിക്കാവുന്ന പോലെയൊന്നും അല്ലേ അപ്പോൾ ഈ MDMA എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുക, നമ്മളെ മക്കൾ അങ്ങനെ കിറുങ്ങിയിട്ടൊന്നും വീട്ടിൽ വരലില്ല എന്ന്. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഈ പാരൻസിനൊന്നും ഈ ഡ്രഗ്സിനെ പറ്റി ഒന്നും അറിയില്ല, മക്കൾക്കൊക്കെ പറ്റിക്കാൻ എന്തോ ഒരു എളുപ്പമാണെന്ന് നമ്മൾ ശരിക്കും ചിന്തിച്ചു പോകും. പണ്ട് കാലത്ത് സിഗരറ്റ് വലിച്ചു നോക്കുന്ന ഒരു ലാഘവത്തോടെ, അതായത് പണ്ട് പിള്ളേരുടെ ഇടയിലൊക്കെ നീ വലിച്ചിട്ടുണ്ടോ, ഞാൻ വലിച്ചു നോക്കിയിട്ടുണ്ട്, ഞാൻ അവിടുന്ന് ഒരു പ്രാവശ്യം വലിച്ചിട്ടുണ്ട് എന്നൊക്കെ സിഗരറ്റ് വലിക്കുന്നത് ഭയങ്കര ബോസ്റ്റ് ചെയ്ത് പൊങ്ങച്ചം പറയുന്നത് പോലെ പിള്ളേരുടെ ഇടയിൽ അങ്ങനെ ബോസ്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധനമായിരുന്നു സിഗരറ്റ്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡ്രഗ്സിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരുടെ ഇടയിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് അഡോളസൻസുകളും പിന്നെ ഈ അഡൾട്ടിലേക്ക് പോകുന്ന, അതായത് 20s-ലും 25s-ലും ഒക്കെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ കേസിൽ സെഷൻസ് എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ രഹസ്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറയുമ്പോൾ നമ്മളോട് പറയും, ഞാനിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അത് നോക്കിയിട്ടുണ്ട്, ഇത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതൊക്കെ ട്രൈ ചെയ്യാൻ തോന്നിയ കാരണം എന്ന് ചോദിക്കുമ്പോൾ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ്, അതായത് എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ എല്ലാവരും സിഗരറ്റ് വലിക്കുമ്പോൾ ഞാൻ മാത്രം വലിക്കാണ്ടിരിക്കുമ്പോൾ അവരെന്നെ കൂട്ടൂല എന്ന് പണ്ട് കാലത്ത് പറഞ്ഞ പോലെ ഇപ്പം എല്ലാവരും ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നില്ലേ മാഡം. ഈ ആൽക്കഹോൾ പോലത്തെ ഒരു സാധനം ഒന്നുമല്ല MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ഭയങ്കര ഗുണമാണ്. എൻ്റെ അടുത്തൊക്കെ ചില ക്ലയൻസുകൾ പറയും, താത്തയ്ക്ക് അറിയോ, മാഡത്തിന് അറിയോ, അത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കപ്പാസിറ്റി കൂടും, നമുക്ക് ബുദ്ധി കൂടിയ പോലെ തോന്നും, നമുക്ക് അറ്റൻഷൻ കൂടിയ പോലെ തോന്നും. എൻ്റെ അടുത്തൊരു ക്ലയൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ എന്തിൻ്റെ ഒരു സെയിൽസ്മാൻ ആണ്, അയാൾ ഈ MDMA എടുക്കാൻ തുടങ്ങി. അയാളുടെ ഫ്രണ്ട്സുകളെല്ലാവരും കൂടി ഒരു വട്ടം ട്രൈ ചെയ്തപ്പോൾ അയാൾക്ക് ഭയങ്കരമായി ഒരു എനർജിയൊക്കെ കിട്ടിയ പോലെ, സന്തോഷം കിട്ടിയ പോലെ, ഫിസിക്കൽ എനർജിയും ആക്ടിവിറ്റി ലെവലൊക്കെ കൂടി അയാൾക്ക് ഭയങ്കര ഉന്മേഷമൊക്കെ പോലെ തോന്നി. അപ്പോൾ അയാൾ ഒരു ദിവസം ജോലിയുള്ള സമയത്ത് അയാൾ ഈ MDMA എടുത്തിട്ട് അയാൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അയാൾ സാധാരണയായി സെയിൽസ് ചെയ്യുന്നതിനേക്കാളിലും അധികം ചിലപ്പോൾ ഇരട്ടി അയാൾ അന്ന് സെയിൽസ് ചെയ്തു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയാം, ഞാൻ ഈ സാധനം എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഒരുപാട് സെയിൽസ് കിട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ റെഡി ആവുന്നുണ്ട്, എൻ്റെ ഫാമിലി ലൈഫിൽ പൈസ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം എടുക്കുമ്പോൾ എനിക്ക് അതിനോടൊരു വല്ലാത്തൊരു ഇഷ്ടമാണ്. ആ സാധനം എടുക്കുമ്പോൾ എൻ്റെ ആക്ടിവിറ്റി കൂടുന്നു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നു, എൻ്റെ സെയിൽസ്മാൻ സ്കില്ല് കൂടുന്നു, ഞാൻ നല്ലോണം ആൾക്കാരോട് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സാധനം എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇത് നിർത്താൻ പറ്റുമെന്നല്ല, എനിക്കിത് നിർത്താൻ ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല, ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് യൂസ് ചെയ്ത് എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറച്ചാൽ പോരെ എന്ന് എന്നോട് ഇയാൾ ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ഇന്ന് ആണെന്നോ പെണ്ണെന്നോ ഒന്നുമില്ല, ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന കണക്കിൽ ഒരുപാട് ക്ലയൻസുകൾ ആണും പെണ്ണും പിള്ളേരും വയസ്സായവരും ഒക്കെ വരുന്നുണ്ട്. വയസ്സായ ആൾക്കാരല്ലേ, അച്ചച്ച ഇപ്പം ഇതിനൊന്നും പോകില്ല എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഒരുപാട് പേര് ഏത് പ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ഡ്രഗ്സിലേക്ക് തിരിയുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക്, ഒരു കുലുക്കം, ഒരു ബ്ലർ, ഇങ്ങനെ ആട്ടം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇങ്ങനെ കുറച്ച് ചിരിക്കുക, സന്തോഷിക്കുക, എന്തൊക്കെയോ പറയുക, അലമ്പാക്കുക, കുറേ വർത്താനം പറയുക, സാധനം പൊട്ടിക്കുക, അമ്മയുടെ മെക്കെട്ട്
കയറുക എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വൃത്തികെട്ട സാധനത്തിൻ്റെ പോലത്തെ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു ബിഹേവിയർ അല്ല ഒരാൾ MDMA അല്ലെങ്കിൽ കൊക്കെയിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്യുക. അയാൾ ഒന്നും കൂടി ആക്റ്റീവ് ആവുകയാണ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്ലൈൻറ്റ് പറഞ്ഞു, ഞാൻ കൊക്കെയിൻ എടുത്തിട്ട് എൻ്റെ കുടുംബത്തിൽ എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ ഉമ്മാമ്മ എന്നോട് പറയാ, ഈ വന്നപ്പോൾ അപ്പോൾ അതൊരു കല്യാണപ്പര ആയതെന്ന്. അതായത് അവൻ ആ ഒരു കൊക്കെയിനിൻ്റെ ഒരു ഇതിൽ കൊക്കെയിൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സംസാരിക്കാനൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും. അപ്പം നമുക്ക് ഇൻഹിബിഷൻസ് ഒന്നും ഉണ്ടാവില്ല, ആരെന്ത് വിചാരിക്കും അങ്ങനെ ഇങ്ങനെ ഒന്നും ചിന്തകൾ വരില്ല. അപ്പം ഇതിനൊക്കെ ദോഷഫലങ്ങളുണ്ട്. ഞാൻ ഗുണം പറയുമ്പോൾ അതിൽ കയറി നിങ്ങൾ പോകരുത്. അപ്പോൾ ഈ ഒരു പയ്യൻ്റെ അടുത്ത് ഈ പയ്യൻ്റെ ഗ്രാൻഡ് മദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് പറയാം, അപ്പോൾ ഞാൻ ആ ഒരു സാധനം എടുത്ത് പോകുമ്പോൾ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക, ഞാൻ വന്നപ്പോഴാണ് അവിടെ സംഭവം ആയത്, അവിടെ ഒരു ശരിക്കും ഒരു മാരേജ് വീടായത് എന്നൊക്കെ അവിടുന്ന് എന്നോട് പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ എക്സാമ്പിൾസ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിനോട് ഇഷ്ടം തോന്നുക. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ആൽക്കഹോൾ എടുത്ത പോലെ ആർക്കും മനസ്സിലാവില്ല. കള്ളു കുടിച്ചിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ, ഒരു കല്യാണ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ആരെങ്കിലും പറയുമോ? അപ്പോൾ ഈ ചില ഡ്രഗ്സുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. ഇയാൾക്ക് നല്ല ഹാപ്പിനെസ്സും സ്കില്ലും ഒക്കെ ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന അയാളോട് സംസാരിക്കുന്ന ആൾക്ക് പോലും ഇയാൾ എന്തെങ്കിലും അടിച്ചിട്ട് വന്നതാണോ, എന്തെങ്കിലും ഡ്രഗ് എടുത്തിട്ട് വന്നതാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഈ മെത്താംഫെറ്റമൈൻ പോലത്തെ പില്ലുകൾ, ഹാപ്പി പിൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന പില്ലുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-3.5 മണിക്കൂറോളം ഭയങ്കര കളർഫുൾ ലൈറ്റ്സും സന്തോഷവും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരസ്യങ്ങളിൽ പറയുന്ന പോലെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറയുന്നത് പോലത്തെ ഒരു ഭയങ്കര ഫീലിംഗ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ പറയുക, എന്തോ ഒരു സന്തോഷമാണ് ജീവിതത്തിൽ, ഇങ്ങനെയാണ് ശരിക്കും സന്തോഷമായിട്ട് ഇരിക്കേണ്ടതെന്ന് എനിക്ക് ആ പില്ലെടുത്ത സമയത്താണ് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഈ എല്ലാ ആൾക്കാരോടും ചോദിക്കും, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ സാധനം കിട്ടുന്നത്, ആര് വഴിയാണ്? അപ്പോൾ പറയുക, ഫ്രണ്ട്സുകൾ തമ്മിൽ ഇങ്ങനെ നോക്ക്, ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, നീ ട്രൈ ചെയ്ത് നോക്ക്, ഒരു ദിവസം എടുത്ത് നോക്ക്, അടിപൊളി സാധന, എപ്പോഴൊന്നും എടുക്കണ്ട, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അറിയേണ്ട ഒരു സാധനം, ഒരു പ്രാവശ്യമെങ്കിൽ ജീവിതത്തിൽ അതൊക്കെ അറിയണ്ടേ, എല്ലാ സ്ഥലവും നമ്മൾ രാജ്യങ്ങളൊക്കെ കാണണ്ടേ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും അതൊക്കെ എടുക്കണം എന്നൊക്കെയുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിലും ഇപ്പോഴത്തെ ആൾക്കാരുടെ ഇടയിലും. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രദ്ധിക്കുക, പ്രായമൊന്നുമില്ല, എല്ലാ ആൾക്കാരും ഇതിനെപ്പറ്റി അറിയുന്ന എല്ലാ വയസ്സായ ആൾക്കാരായാൽ പോലും ഇങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടോ. അപ്പം പണ്ട് നമ്മളെ കാലത്ത് കഞ്ചാവും ആൽക്കഹോളൊക്കെ ആയിരുന്നു, ഇപ്പോൾ പിള്ളേർ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഓൾഡ് ഏജ് ആയിട്ടുള്ള 50-55 ഏജൊക്കെയുള്ള ക്ലൈൻറ്റ് ഡ്രഗ് എടുത്തിട്ട് ഇതേപോലെ ഡ്രഗ് എടുത്തിട്ട് അതിൻ്റെ ഗുഡ് കാര്യങ്ങൾ, അതിൻ്റെ നല്ല കാര്യങ്ങളും അതെടുത്താൽ നല്ല രസമുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിൻ്റെ രസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ദോഷങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങും. നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് അതൊരു അബ്യൂസിലേക്കോ അല്ലെങ്കിൽ അഡിക്ഷനിലേക്കോ പോണ കാര്യം നമ്മൾ അറിയില്ല. ഈ പ്രാന്തൻ കൂന് എന്നൊക്കെ അറിയപ്പെടുന്ന കൊടൈക്കനാൽ ഏരിയയിലൊക്കെ കിട്ടുന്ന, കൊടൈക്കനാൽ ഏരിയനെ പറയില്ല കേട്ടോ, നല്ല മനോഹരമായ സ്ഥലമാണ്, എല്ലാവരും ടൂറൊക്കെ പോകുന്ന സ്ഥലമാണ്, അവിടെ എല്ലാവരും ഡ്രഗിന് വേണ്ടി പോകുക എന്നൊന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും അവിടെ കിട്ടുന്ന മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന പ്രാന്തൻ കൂന് എന്നൊക്കെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന സാധനം, സിലോസൈബിൻ എന്ന വകുപ്പിൽ പെട്ടിട്ടുള്ള കൂനുകൾ, മഷ്റൂംസ്, ഇത് കഴിച്ചിട്ട് ഉണ്ടാവുന്ന സൈക്കിഡെലിക് എന്ന് പറയുന്ന എഫക്റ്റ്, അതായത് നമുക്ക് ഉണ്ടാകുന്ന സൈക്കിഡെലിക് എന്ന് പറഞ്ഞാൽ ഒരു തരം വേറെ തന്നെ ഒരു എഫക്റ്റ്. അതായത് നമുക്ക് ഈ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കുറച്ച് വെള്ളം പോലെ തോന്നുക, ഈ ചിത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായി, ഈ കളേഴ്സുകളൊക്കെ മിക്സ്ചറായി നമ്മൾ കാണാത്ത തരം കളേഴ്സുകൾ കാണുക, പല പല വിഷ്വൽ എഫക്ട്സുകൾ കിട്ടുക, ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പല പല സാധനങ്ങളും കാണുക, ഒരു സന്തോഷം, കോൺഫിഡൻസ് ഒക്കെ വരിക, ഒരു എനർജി വരുന്നത് പോലെ തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ പിള്ളേർ ഇതിനെ പോയി ട്രൈ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനമാണ്, എല്ലാ ഡ്രഗിനും ഒരു ബാഡ് ട്രിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബാഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രഗിൻ്റെ നെഗറ്റീവ് എഫക്റ്റ്, ഇപ്പോൾ MDMA ഒക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭയങ്കര ഡൗൺ ആയിരിക്കും, ഭയങ്കര മൂഡ് ഡൗൺ ആയിരിക്കും, ലോ ആയിരിക്കും, ഡിപ്രഷൻ പോലെ ഉണ്ടാവും, ഉറക്കം കിട്ടാതെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും, ചിലപ്പം പിന്നീട് ഒരു 2-3 ദിവസം മൊത്തം കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഭാര്യമാരും
പാരൻസും ശ്രദ്ധിക്കേണ്ട സാധനങ്ങൾ. ഈ ഡ്രഗ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇവർ കാണിക്കുന്ന പരിവേഷം. ഇപ്പോൾ ഹാപ്പി പില്ലൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു പില്ലില്ലാതെ ഞാൻ എങ്ങനെയാവോ, ഞാൻ ഒരു സന്തോഷം തീർന്നു പോയല്ലോ കുറച്ച് സമയത്തിനെ കൊണ്ടപ്പോൾ എനിക്ക് ഇന്നും സന്തോഷിച്ചിരിക്കണം, എനിക്ക് നാളെയും സന്തോഷിച്ചിരിക്കണം എന്നൊക്കെയുള്ള പോലത്തെ ഒരു മനോഭാവം വരുമ്പോഴാണ് കുട്ടികൾ പിന്നെ ഈ ഡ്രഗിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഇതിന് വലിയ പൈസയൊക്കെ ഉള്ള കാര്യമായതിനെ കൊണ്ട് ഇതിൻ്റെ പൈസ, ഇത് വാങ്ങാനുള്ള പൈസ ഇല്ലെങ്കിൽ കുട്ടികൾ പിന്നെ മോഷണത്തിലേക്കും പല പല കാര്യത്തിലേക്കും ഈ ഡ്രഗിൻ്റെ സെല്ലിങ്ങിലേക്കും ഒക്കെ കടക്കുകയാണ്. അതായത് സ്വന്തമായി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആ സാധനം മേടിക്കാനുള്ളൊരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെടുത്ത് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്മീഷൻ എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് വേണ്ട ഉപയോഗത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയൊക്കെ ഡ്രഗിൻ്റെ സെയിലിന് വേണ്ടി ഇറങ്ങുന്ന പിള്ളേരും ഉണ്ട്. ആദ്യത്തിൽ നമ്മൾ ഈ ഡ്രഗിൻ്റെ ഒക്കെ ഒരു എഫക്റ്റും ഒരു സന്തോഷവും ഇങ്ങനത്തെ കളറുകളും ലൈറ്റ്സും ഒക്കെ കാണുമ്പോൾ അതിൽ ഭയങ്കരമായി ഇംപ്രസീവ് ആവുകയും അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് നമ്മൾ അതിൽ നിന്നൊക്കെ വിട്ട് നമ്മുടെ ഫിലോസഫി മാറി, നമ്മുടെ ചിന്താഗതി മാറി, നമ്മുടെ സുഹൃത്തുക്കൾ മാറി, നമ്മൾ ഫാമിലിയിൽ നിന്നൊക്കെ മാറി, നമ്മുടെ കരിയറും വർക്കിൽ നിന്നും ഒക്കെ നമ്മൾ എല്ലാം ഒരുപാട് ആൾക്കാർ അവനവൻ്റെ ഒരു അനുഭവം പറഞ്ഞതായി പല സെലിബ്രിറ്റീസുകളും അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആ ഡ്രഗ് എടുത്തിട്ടാണ് എൻ്റെ ലൈഫ് കുളമായതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആദ്യത്തിലൊക്കെ അതിൻ്റെ ഒരു രസവും സന്തോഷമൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് 3-4 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 5-6 മാസം കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഞാനിത് എടുക്കുക, അല്ലാതെ ഞാൻ എന്നും എടുക്കുന്ന ഒരാളല്ല, ഞാൻ എന്നും എടുക്കാനായിട്ട് പോകൂല എന്നൊക്കെ ആയിരിക്കും ആദ്യം നമ്മളിത് എടുക്കുന്ന സമയത്ത് നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിക്കുക. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതില്ലാതെ പറ്റാണ്ടാവുന്ന ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ ആകെ കുടുങ്ങും. ആരോടും ഇത് പറയാൻ പറ്റില്ല, ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകാൻ പറ്റില്ല, ആകെ മൊത്തം കുടുങ്ങി, നെഗറ്റീവ് തോട്ട്സിലൊക്കെ കുടുങ്ങി. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഈ വെറും നെഗ് പറയാമെന്നറിയുന്ന പോലെ വെറും നെഗറ്റീവ് പറയാൻ തുടങ്ങുമ്പോൾ അവരും നമ്മളെ ഉപേക്ഷിക്കും. ലാസ്റ്റ് നമ്മൾ ഒറ്റപ്പെടും. ആ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പോകാനുള്ള ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഡ്രഗ് എടുത്തിട്ട് ഫാമിലി കുളമായ ഒരുപാട് ആൾക്കാരുടെ കേസ് ഡയറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു കേസ് ഡയറി ഞാൻ അയാളുടെ കാര്യങ്ങളും അയാൾ ആരാന്ന് മനസ്സിലാവാത്ത രീതിയിലേക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് മാത്രം നിങ്ങൾക്ക് കേസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു രൂക്ഷത മനസ്സിലാവാൻ വേണ്ടിയിട്ടും ഞാനിവിടെ പറയാം. പേരും കാര്യങ്ങളും അഡ്രസ്സോ ആളുടെ ഒന്നും ഞാൻ പറയുന്നില്ല. കേസ് എക്സാമ്പിൾസുകൾ ഞാൻ എന്നും എൻ്റെ കേസ് ഡയറീസിൽ പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങൾ ഒരാളുടെ കഥ കേട്ട് മനസ്സിലാവുന്ന പോലെ മനസ്സിലാക്കി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കേസ് ഡയറിയിലേക്ക് നമുക്ക് കടക്കാം. ഡിപ്രഷനിലായ ഒരു യുവാവ്, ഒരു മധ്യവയസ്കനാണ്, ഒരു 30-40 വയസ്സിൻ്റെ മുകളിൽ പ്രായം അയാൾക്കുണ്ട്. ഇയാൾ ഡിപ്രഷനായിട്ടാണ് വന്നത്. ഇയാളുടെ ഒരു കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാളും കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ഇങ്ങനെ ഡ്രഗ്സും ഡ്രിങ്ക്സുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 3-4 വർഷമായി ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഡ്രഗിൻ്റെ ഗുണവും കിട്ടുന്നുണ്ട്, ദോഷവും കിട്ടുന്നുണ്ട്. ചില ദിവസങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഡ്രഗിൻ്റെ ഡൗൺ വരുന്ന സമയത്ത് ഒരുപാട് ദോഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരുടെ ഗ്യാങ്ങിൽ ഒരുപാട് ആൾക്കാർക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ ഈ ഡ്രഗ് എടുക്കുന്ന സമയത്ത് ചില ഡ്രഗിൽ ഞാൻ പറഞ്ഞല്ലോ ഇൻഹിബിഷൻസ് ഉണ്ടാവില്ല. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഓൻ എന്താ കരുതുക, അവൾ എന്താ കരുതുക, നാട്ടുകാരെന്താ കരുതുക എന്നൊന്നും ചിന്തിക്കാതെ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കിപ്പോൾ എന്താ, എൻ്റെ ജീവിതം ഞാൻ ജീവിക്കുന്നു എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങളെ എത്തിക്കാൻ ഈ ഡ്രഗിന് പറ്റും. അപ്പോൾ ചില ആൾക്കാരുകളൊക്കെ ഡ്രഗ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് വെക്കുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഡിപ്രഷൻ പേഷ്യൻറ്റിൻ്റെ ഗ്യാങ്ങിൽ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് ഇതേപോലെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാൾക്ക് ഓൾറെഡി ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അയാൾക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഗേൾ ഫ്രണ്ടും ഇവരുടെ ഗ്യാങ്ങിൽ വരാറുണ്ട്. ഈ എല്ലാ ഡ്രഗ്സുകളും MDMA കൊക്കൈനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഒരു ലേഡി, ഈ ആളുടെ ഈ ഗേൾ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആയി. അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പൊക്കെ ഒബ്വിയസ്ലി ഉണ്ടായിട്ടുണ്ടാവും. അവർ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ പ്രഗ്നൻ്റ് ആയപ്പം ഇയാളൊന്ന് പേടിച്ചു. ഈ പ്രഗ്നൻ്റ് ആവാൻ കാരണക്കാരനായ ഈ ഡിപ്രഷൻ പേഷ്യൻറ്റിൻ്റെ സുഹൃത്ത് ഒന്ന് പേടിച്ചു. അയാൾ സ്വന്തം ഭാര്യേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇവളെ അറിയില്ലേ, അവൾ പ്രഗ്നൻ്റ് ആണ്, അവൾ പ്രഗ്നൻ്റ് ആവാൻ കാരണം ഇന്നയാളാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഈ ഡിപ്രഷൻ പേഷ്യൻറ്റിൻ്റെ പേര് വെറുതെ പറഞ്ഞു സ്വന്തം ഭാര്യേൻ്റെ അടുത്ത്. അയാൾ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടാവാം ഞാനറ്റാണെന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിനെ ഇയാളുടെ ഭാര്യക്കറിയാം. ഈ എല്ലാ ആൾക്കാരുടെയും ഭാര്യമാരൊക്കെ കമ്പനിയാണ്. പക്ഷേ ഈ ഭർത്താക്കന്മാർ മാത്രം ഇങ്ങനെ ഡ്രഗ് എടുക്കുന്ന കാര്യമൊന്നും ഈ ഭാര്യമാർക്ക് അറിയില്ല. അപ്പോൾ സ്വന്തം ഭാര്യ തെറ്റിദ്ധരിക്കേണ്ട അവളെങ്ങനെ
പ്രഗ്നൻ്റ് ആയി എന്നിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണെന്ന് ഞാൻ ഇവളും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്ന് ഇവൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടോ എന്തോ പൊട്ടത്തരത്തിന് ഇയാൾ സ്വന്തം ഭാര്യൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഈ സ്വന്തം ഭാര്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കാര്യം എൻ്റെ ഡിപ്രഷൻ പേഷ്യൻറ്റിൻ്റെ ഭാര്യനെ വിളിച്ച് പറഞ്ഞു, ഇത് നോക്ക് നിൻ്റെ ഭർത്താവിൽ നിന്ന് ഈ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവളാകെ ഭയന്ന് ഇവൾ പറഞ്ഞു ശരിയാണ് ഇക്കാനെ ഞാൻ കുറേ കാലം ഒബ്സർവ് ചെയ്യുന്നു, ഇക്ക തോന്നിയ പോലെ വരുന്നു പോകുന്നു, ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ഫാമിലിനോടൊക്കെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിത് വിശ്വസിച്ച മട്ടിലായി. അങ്ങനെ ഇവൾ വേറൊരു സുഹൃത്തിനെ വിളിച്ചു ഇക്കാൻ്റെ. ഈ സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നാട്ടിലില്ല, ഇവരുടെ ഗ്യാങ്ങിൽ പണ്ട് ഉണ്ടായിരുന്ന ആളായിരുന്നു, ഇപ്പം അയാൾ വേറെ സ്ഥലത്ത്. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് കേൾക്കൂ എൻ്റെ കഥ, നോക്കൂ ഇങ്ങനെ എൻ്റെ ഇക്ക ഇതായിട്ട് ഇവൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്, എന്താ ചെയ്യുക ഇക്ക ഇപ്പം ഇങ്ങനെയാണ് ഫാമിലിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കേട്ട സുഹൃത്ത് അപ്പാടെ ഈ കാര്യം അങ്ങോട്ട് വിശ്വസിച്ച് പറഞ്ഞു അവൻ ആദ്യം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടുകെട്ടിലൂടെ ഒന്നും പോണ്ട, ഞാൻ അപ്പം അവരുമായിട്ടൊന്നും കമ്പനി ഇല്ല, നീ ഒരു കാര്യം ചെയ്യും അവനെ എങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന മാതിരിയായി ഇയാൾ പറഞ്ഞപ്പോൾ. ഇയാൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആകെ മൊത്തം ശരിക്കും അതൊന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി. ഇയാൾ ഭാര്യ വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ ഉള്ള കാര്യമാണെന്ന് ഇയാൾ അങ്ങോട്ട് വിശ്വസിച്ചു, അല്ലാതെ ഇതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് നോക്കാനൊന്നും അയാൾ നിന്നില്ല. അങ്ങനെ ഭാര്യ കുട്ടികളും ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം ഈ സുഹൃത്തുക്കളെല്ലാവരും പോയി ഉള്ള കാര്യങ്ങൾ പറഞ്ഞു, അത് ഇയാളുടേതല്ല വേറെ മറ്റേ ആളുടെ ഗർഭമാണ് എന്നൊക്കെയുള്ള കാര്യം എന്ത് പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ഭാര്യ ഇപ്പം ആര് പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത തരത്തിൽ ഇയാളിൽ നിന്ന് പിരിഞ്ഞു മാറി ഡിവോഴ്സിനൊക്കെ അപ്ലൈ ഒക്കെ ചെയ്തു. അപ്പം ഈ ഒരു ഡിപ്രഷൻ പേഷ്യൻറ്റിൻ്റെ ലൈഫ് കോളമായത് നോക്കൂ, അയാളായിട്ടല്ല ഇങ്ങനെ ഒരു സാധനമൊന്നും ഉണ്ടായത്, പക്ഷേ അയാളുടെ പേരിലായി അത് അങ്ങനെ മൊത്തത്തിൽ കോളമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാങ്ങും ഈ ഒരു ഡ്രഗും ഒക്കെ കാരണം കൊണ്ട് ഇയാളുടെ ഫാമിലി ലൈഫ് മൊത്തത്തിൽ കുളമായി. അങ്ങനെ ഇത് മറ്റേയാളുടെ ഭാര്യ അറിഞ്ഞു, ലാസ്റ്റ് അവരുടെ ഫാമിലി ലൈഫും കുളമായി. അപ്പോൾ ഞാൻ ഈ ഒരു കേസ് ഡയറി ഇവിടെ പറയാൻ കാരണം ഇതൊരു കേസ് ഡയറി അല്ല, ഒരുപാട് ആൾക്കാരുടെ കേസ് ഡയറീസ് ഇതേപോലെയുണ്ട്. ഡ്രഗ് യൂസും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതിയും കാഴ്ചപ്പാടും ഒക്കെ മാറുമ്പോൾ നമ്മൾ ഇതേപോലത്തെ റിസ്ക് ടേക്കിംഗ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു ഡ്രഗിൻ്റെ ഒരു അഹങ്കാരത്തിൽ ബോസ്റ്റിൽ ഓരോ സാധനങ്ങൾ നമ്മൾ ചെയ്യുകയും അതിനുശേഷം ഇങ്ങനത്തെ ഓരോ പെടലുകളിൽ പോയി പെടുകയും അതിനുശേഷം ഫാമിലി ലൈഫൊക്കെ കുളമായ ഒരുപാട് കേസുകൾ കേൾക്കാനായിട്ട് കിട്ടാറുണ്ട്. ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്സിലോ പെട്ട ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, ഡ്രഗ്സ് ഒരിക്കലും നിങ്ങളെ സഹായിയാവില്ല. ഡ്രഗ്സ് എപ്പോഴും ആദ്യത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയൊക്കെ നിൽക്കുമെങ്കിലും പിന്നീട് നിങ്ങളിൽ നിന്ന് ഓരോന്ന് എടുത്ത് കളയും. അത് ഡ്രിങ്ക്സ് ആയാലും സിഗരറ്റ് ആയാലും ഡ്രഗ്സ് ആയാലും നമുക്ക് ദൈവം തന്നിട്ടുള്ള കാര്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും ഹോർമോൺസും കെമിക്കൽസും നമ്മുടെ തലയിൽ ഓരോ ഹോർമോൺസ് കെമിക്കൽസ് ഒക്കെ ഓൾറെഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ വെച്ച് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലാതെ പുറത്തുനിന്ന് ഇതേപോലത്തെ ഒരു സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു എഫക്റ്റോട് കൂടി അതിൻ്റെ ഒരു സഹായത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുകയും ജോലി ചെയ്യുകയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊരു അഡിക്ഷൻ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒഴിവാവാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി ലൈഫും കരിയർ ലൈഫും ഫ്രണ്ട്ഷിപ്പും ഒക്കെ പോയിട്ടുണ്ടാവും. എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ. നമ്മുടെ നാട്ടിൽ ഇന്ന് വളരെ സുലഭമായി അവിടെ ഇവിടെയൊക്കെ ഡ്രഗ്സ് കിട്ടുന്നു. പാരൻസിനൊക്കെ മക്കളെ എങ്ങോട്ടാ വിടേണ്ട, ആരുടെ കൂടെയാണ് വിടേണ്ടത്, ടൂറ് വിടാനും ഒക്കെ പേടിയായി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല രീതിയിലേക്കുള്ള ഡ്രഗ് എഡ്യൂക്കേഷൻസുകൾ കുട്ടികൾക്കും സ്കൂളിലും മാതാപിതാക്കൾക്കും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ നിയന്ത്രിക്കാനാവുന്നതാണ്. അല്ലാതെ കുട്ടികളെ കൺട്രോൾ ചെയ്ത് കൂട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് സ്കില്ല് ഡെവലപ്പ് ആവില്ല. അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വശങ്ങളെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിയുണ്ട്. അവർ മനസ്സിലാക്കിയിട്ട് അവർ ഇതിൽ നിന്ന് പിന്മാറി ജീവിക്കാനായിട്ട് ശ്രമിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരാഴ്ച പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.